അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. അപ്പോൾ ഇന്നൊരു കുട്ടി മിനി വ്ളോഗാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. എൻ്റെ ചാനലിലുള്ള വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക, കമൻറ്റ് തരിക. അങ്ങനെ ഞാനിവിടെ കർമൂസ കൊണ്ട് ചെറിയൊരു പരിപാടിയുണ്ട്. അതുകൊണ്ട് കർമൂസ കുത്തിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു വർഷം വരുകയാണല്ലോ, 2026. നമ്മളിൽ എത്താനായിട്ട് ആകെ ഇനി 45-40 ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. ഇനിയും നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം. മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ഡെയിലി ഹാബിറ്റ്സിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുക. നമ്മളത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി ശീലിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പതിയെ വലിയൊരു മാറ്റങ്ങൾ കാണാനായിട്ട് കാരണമാവും. നിങ്ങളൊരു വീട്ടമ്മയാണ്, എന്നെപ്പോലെയുള്ള ഒരു വീട്ടമ്മയാണെങ്കിൽ വീട്ടമ്മമാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. നമ്മുടെ ഡെയിലി റൂട്ടീനിൽ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒത്തിരി കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അതുപോലെ എൻ്റെ ചാനലിലുള്ള എല്ലാ വീഡിയോകളിലും അതുപോലത്തെ കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് ഒരു വീട്ടമ്മയാണെങ്കിൽ വീട്ടമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ മറന്നു പോകുന്ന ഒരു കാര്യമാണ് സ്വയം ഇഷ്ടപ്പെടുക, സ്വയം ജീവിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ജീവിക്കാൻ വേണ്ടി വീട്ടമ്മയോട് മറന്നു പോകും. അപ്പോൾ നമ്മൾ ഈ ഒരു പുതിയ വർഷത്തിൽ എന്നല്ല, നമ്മൾ എപ്പോഴാണ് ഈ വീഡിയോ കേൾക്കുന്നത് അല്ലെ അപ്പോഴാണ് നമുക്ക് തോന്നുന്നത്, ആ ഒരു നിമിഷം തന്നെ നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയങ്ങൾ മാറ്റി വെക്കണം. നമ്മളെ സ്നേഹിക്കണം, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കണം, നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് പരിപാടി ആയിക്കോട്ടെ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ അത് കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളെ തന്നെ ഇഷ്ടപ്പെടുക. നമുക്ക് വേണ്ടി നമ്മുടെ സ്കിൻ കെയർ, അതുപോലെ ബ്യൂട്ടീഷ്യന്, നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനായിട്ട് കുറച്ച് സമയം നമ്മൾ ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും നമുക്ക് വേണ്ടി മാറ്റി വെക്കുക. നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് തീർന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതം നമ്മളോട് മറന്നു പോവും. അങ്ങനെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി പായാക്കാനുള്ളതല്ല. നമ്മൾ നമുക്ക് തന്നെ വില കൽപ്പിക്കുമ്പോഴും ഇഷ്ടപ്പെടുമ്പോഴും അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരുടെ ഇടയിലും സ്ഥാനം കിട്ടുക. അടുത്തൊരു ടിപ്പ്, നമ്മൾ ഡെയിലി മിനിമം ഒരു 5 ഗ്ലാസ് എങ്കിലും നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. വെള്ളം കുടിച്ചാൽ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടും. പറ്റുമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി, ചെറിയൊരു 50 രൂപ കിട്ടുന്നതെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു ജോലി നമ്മൾ സെലക്ട് ചെയ്ത് ചെറിയൊരു വരുമാനം കിട്ടുന്ന മാർഗം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. വീട്ടമ്മയാണെങ്കിൽ നമുക്ക് അതുപോലെ ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ അത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും. എപ്പോഴും നമുക്ക് മറ്റുള്ളവരോട് ചോദിച്ച് വാങ്ങേണ്ട ഒരു അവസ്ഥയും വരില്ല. ചെറിയൊരു കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാം എന്നുള്ളൊരു ആശ്വാസം, ധൈര്യം നമുക്ക് ഉണ്ടാവും. നമ്മൾ വീട്ടമ്മയായിട്ട് ജോലി ചെയ്യുമ്പോൾ വീട്ടിൽ ഒരുപാട് ജോലികൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രെസ് അടിച്ച് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനായിട്ട് നമ്മൾ നിൽക്കരുത്. കാരണം നമുക്കത് ഒരു ഭാരമായിട്ട് തോന്നിയിട്ട് നമുക്കത് ഒട്ടും ചെയ്യാൻ കഴിയാതെ ആയിപ്പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊക്കെ ഒരു ടൈം വെച്ച്, ഒരു ലിമിറ്റ് വെച്ച് ഓരോ ദിവസവും ഓരോ പണികളായിട്ട് തീർത്തെടുക്കുക. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ തന്നെ നമുക്ക് തലേ ദിവസം തന്നെ പിറ്റേ ദിവസത്തെ രാവിലെ എന്ത് ഫുഡ് ഉണ്ടാക്കണം, എന്തൊക്കെ ജോലി ചെയ്യണം എന്ന് നമ്മൾ മിനിമം ഒന്ന് മനസ്സിൽ കണക്ക് കൂട്ടി വെക്കുകയോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുകയോ ചെയ്യുക. നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ വീട്ടമ്മമാർക്ക് അധികവുമുള്ള ഒരു വേവലാതിയായിരിക്കും രാവിലെ എന്ത് കറി വെക്കും, രാവിലെ ഏത് ഭക്ഷണം ഉണ്ടാക്കുമെന്ന്. അത് നമ്മൾ തലേ ദിവസം തന്നെ നമ്മൾ മനസ്സിൽ കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് രാവിലെ എണീറ്റിട്ട് ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും സമയമുണ്ടാവില്ല. നമുക്ക് എളുപ്പത്തിൽ അത് തയ്യാറാക്കാനായിട്ട് കഴിയും. അതുപോലെ രാവിലെ എണീറ്റ ഉടനെ തന്നെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ അപ്പോൾ തന്നെ പിരിച്ച് വെച്ച് നമ്മളങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ, ജോലികളൊക്കെ നമ്മുടെ വീട്ടിലുള്ളത് നമ്മുടെ കൈയെത്തുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ചെയ്ത് തീർക്കുക. അത് പിന്നേക്ക് മാറ്റി വെക്കാതിരിക്കുക. നമ്മൾ പിന്നേക്ക് മാറ്റി വെക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ജോലി ഭാരമായിട്ട് തോന്നുക. അപ്പോൾ നമുക്കത് എടുക്കാനായിട്ട് മടി വരും. വീട്ടിൻ്റെ ക്ലീനിങ് മെത്തേഡ് ആണെങ്കിലും നമ്മൾ ഒരു ദിവസം വീട് ഒരു ഭാഗം മാത്രം ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുക. അങ്ങനെ ഓരോ ദിവസം ഓരോ ഭാഗം നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ജോലി എടുക്കാനായിട്ട് ഒട്ടും ഭാരം തോന്നുകയുമില്ല. നമ്മുടെ വീട് എന്നും നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അതുപോലെ രാവിലെ തന്നെ എണീറ്റ് നമ്മുടെ ഭക്ഷണമൊക്കെ പ്ലാനിങ്ങോടെ നമ്മൾ പെട്ടെന്ന് ചെയ്ത് തയ്യാറാക്കി തീർക്കുകയാണെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് ഒരുപാട് ടൈം കിട്ടുകയും ചെയ്യും. അടുത്ത ഒരു കാര്യം, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതുപോലെ നമ്മൾ ഫിനാൻഷ്യലി ആയിട്ട് നമ്മളൊരു ജോബ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ എന്തുമാവട്ടെ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് നെഗറ്റീവ് പറയാനായിട്ട് ഒരുപാട് പേരുകളുണ്ടാവും. നെഗറ്റീവ്
മൈൻഡ് തരാനായിട്ട്. അവരെയൊന്നും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പോസിറ്റീവ് മൈൻഡ് തരുന്നവരെ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. ഓരോ വ്യക്തിക്കും ശരി എന്ന് തോന്നുന്നത് മാത്രം ചെയ്യുകയും ചെയ്യുക. നമുക്ക് ശരിയെന്ന് തോന്നിയാൽ പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ സംസാരങ്ങൾ നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. നമ്മളെ തളർത്താനായിട്ട് ഈ ലോകത്ത് ഒരുപാട് പേരുണ്ടാവും. കൈപിടിച്ച് ഉയർത്താനായിട്ട് ലോകത്തിലാകെ ഒരു പേരേ ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ വീട്ടമ്മമാരുടെ മനസ്സും സന്തോഷമാവും, നമ്മുടെ ജീവിതവും സന്തോഷമായി തീരും. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.